കോൺഗ്രസ് പ്രവർത്തകർ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന നേതാവാണ് വി.ഡി. സതീശൻ. അധികാരത്തെക്കാൾ വിവേകത്തിനും ശബ്ദത്തെക്കാൾ വസ്തുതകൾക്കും മുൻഗണന നൽകുന്ന രാഷ്ട്രീയ ശൈലി. കേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നയിച്ച സതീശൻ വെറുമൊരു രാഷ്ട്രീയക്കാരനല്ല, മറിച്ച് ആഴത്തിൽ വായനയും ലോകവിവരവുമുള്ള ഒരു ഭരണതന്ത്രജ്ഞൻ കൂടിയാണ്. 2001 മുതൽ തുടർച്ചയായി പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അദ്ദേഹം എങ്ങനെയാണ് കോൺഗ്രസിന്റെയും UDFന്റെയും അനിഷേധ്യനായ നേതാവായി മാറിയത്? 1964 മെയ് 31 എറണാകുളം ജില്ലയിലെ നെട്ടൂരിലാണ് വടശ്ശേരി ദാമോദര സതീശൻ എന്ന വി.ഡി. സതീശൻ ജനിച്ചത്. ദാമോദര മേനോന്റെയും വിലാസിനി അമ്മയുടെയും മകൻ. സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന സതീശന്റെ വിദ്യാഭ്യാസ കാലഘട്ടം തന്നെ അദ്ദേഹത്തിലെ രാഷ്ട്രീയക്കാരനെ പാകപ്പെടുത്തിയിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് സതീശൻ പൊതുരംഗത്തേക്ക് വരുന്നത്. 1996 വി.ഡി. സതീശന്റെ ആദ്യ നിയമസഭാ പോരാട്ടം. പറവൂർ മണ്ഡലത്തിൽ CPIയിലെ P. രാജുവിനെതിരെ കന്നി പോരാട്ടത്തിനിറങ്ങിയ സതീശന് പക്ഷെ അന്ന് പരാജയമായിരുന്നു വിധി. എന്നാൽ ആ തോൽവി അദ്ദേഹത്തെ തളർത്തിയില്ല. അടുത്ത 5 വർഷം പറവൂർ കേന്ദ്രീകരിച്ച് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ 2001 വൻ വിജയമായി മാറി. 7792 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ P. രാജുവിനെ പരാജയപ്പെടുത്തി അദ്ദേഹം ആദ്യമായി നിയമസഭയിലെത്തി. പിന്നീട് അങ്ങോട്ട് പറവൂരിന് മറ്റൊരു പ്രതിനിധിയെ കുറിച്ച് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. 2006, 2011, 2016, 2021 വർഷങ്ങളിൽ സതീശൻ തന്റെ ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 20,600 വോട്ടുകളുടെ മികച്ച ഭൂരിപക്ഷത്തിൽ അദ്ദേഹം 6ാം തവണയും പറവൂരിൽ നിന്ന് നിയമസഭയിലെത്തി. രാഷ്ട്രീയ കാറ്റുകൾ ഇടത്തോട്ടും വലത്തോട്ടും വീശിയപ്പോഴും പറവൂർ സതീശനൊപ്പം ഉറച്ചു നിന്നു എന്നത് അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് നേരിട്ട കനത്ത പരാജയത്തിന് പിന്നാലെയാണ് കോൺഗ്രസിൽ വലിയൊരു തലമുറ മാറ്റമുണ്ടായത്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും നയിച്ചിരുന്ന നേതൃനിരയിൽ നിന്ന് വി.ഡി. സതീശനെ പ്രതിപക്ഷ നേതാവായി ഹൈക്കമാൻഡ് നിശ്ചയിച്ചു. ആ തീരുമാനം ശരിയായിരുന്നെന്ന് തെളിയിക്കാൻ സതീശന് അധികകാലം വേണ്ടി വന്നില്ല. നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അദ്ദേഹം നടത്തിയ പ്രത്യാക്രമണങ്ങൾ ശ്രദ്ധേയമായിരുന്നു. ലൈഫ് മിഷൻ അഴിമതി, AI ക്യാമറ വിവാദം, K-ഫോൺ അഴിമതി തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് സാധിച്ചു. പറയുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന നിർബന്ധം സതീശനെ മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനാക്കി. പറവൂർ മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയ പദ്ധതികൾ കേരളത്തിന് തന്നെ മാതൃകയാണ്. V4 പറവൂർ എന്ന പേരിൽ അദ്ദേഹം നടപ്പിലാക്കിയ വിദ്യാഭ്യാസ ആരോഗ്യ പദ്ധതികൾ മണ്ഡലത്തിലെ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമായി. 2018 പ്രളയകാലത്ത് പറവൂർ ഒറ്റപ്പെട്ടു പോയപ്പോൾ മുൻപന്തിയിൽ നിന്ന് രക്ഷാപ്രവർത്തനം നയിച്ച സതീശന്റെ ചിത്രം ജനമനസ്സുകളിൽ ഇന്നും മായാതെ നിൽക്കുന്നുണ്ട്. പുനർജനി എന്ന പേരിൽ പ്രളയബാധിതർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയിലൂടെ 100 കണക്കിന് കുടുംബങ്ങൾക്കാണ് അദ്ദേഹം തണലൊരുക്കിയത്. പരിസ്ഥിതി വിഷയങ്ങളിലും ലിംഗസമത്വ കാര്യങ്ങളിലും അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഒരു വഴിത്തിരിവായിരുന്നു. ഭരണവിരുദ്ധ വികാരവും പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രവർത്തനങ്ങളും UDFനെ അധികാരത്തിലേക്ക് തിരികെ എത്തിച്ചു. 140 അംഗ നിയമസഭയിൽ 102 സീറ്റുകൾ നേടി UDF ഐതിഹാസിക വിജയം കൈവരിച്ചപ്പോൾ അതിന്റെ മുഖ്യശില്പി വി.ഡി. സതീശൻ തന്നെയായിരുന്നു. സംസ്ഥാനത്തുടനീളം അദ്ദേഹം നടത്തിയ യാത്രകളും ജനങ്ങളുമായുള്ള സംവാദങ്ങളും UDFന് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിച്ചു. K.C. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ മത്സര രംഗത്തുണ്ടായിരുന്നെങ്കിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സതീശൻ കാഴ്ചവെച്ച പോരാട്ട വീര്യം അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്വാഭാവികമായും എത്തിച്ചു. മുഖ്യമന്ത്രി എന്ന നിലയിൽ വി.ഡി. സതീശന് മുന്നിലുള്ള വെല്ലുവിളികൾ ചെറുതല്ല. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി, പ്രവാസികളുടെ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ തുടങ്ങിയവയ്ക്ക് ശാശ്വത പരിഹാരം കാണേണ്ടതുണ്ട്. എന്നാൽ സതീശന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഒരു വിഷണറി ലീഡറാണെന്ന് വ്യക്തമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ ഭരണത്തിൽ കൊണ്ടുവരുന്നതിനും അഴിമതിരഹിതവും വേഗതയുള്ളതുമായ ഒരു സിവിൽ സർവീസ് കെട്ടിപ്പടുക്കുന്നതിനും അദ്ദേഹം മുൻഗണന നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനിയുള്ള 5 വർഷം വി.ഡി. സതീശൻ കേരളത്തെ എങ്ങനെ കൊണ്ടുപോകുമെന്നറിയാൻ ജനാധിപത്യ വിശ്വാസികൾ കാത്തിരിക്കുകയാണ്. നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ.